ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിലുള്ള ബോർഡിംഗ് മദ്രസകൾക്ക് ഇന്നലെ പൊതുപരീക്ഷയായിരുന്നു. അപ്പോൾ അവരുടെ പൊതുപരീക്ഷയുടെ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കി ഉത്തരങ്ങൾ മനസ്സിലാക്കാം. വിദേശ നാടുകളിലൊക്കെ അടുത്ത മാസമാണ് എക്സാം വരുന്നത്. അപ്പോൾ അവൾക്ക് ഉപകാരപ്പെടുത്താം. നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് 7ാം ക്ലാസ്സിൻ്റെ മസായിലുൽ ഫിഖ് അഹ്കാമു തജ്വീദും ഒരുമിച്ചായിരുന്നു എക്സാം. നമ്മൾ നോക്കാൻ പോകുന്നത്. ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ നമ്മൾ വീഡിയോൻ്റെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ മുമ്പ് ചെയ്ത റിവിഷൻ്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഉപകാരപ്പെടുത്തണം. എന്താ വെച്ചാൽ അതിൽ നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളാണ് കൂടുതലും ഈ എക്സാമിന് ഇവർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അതും ഈ ചോദ്യപേപ്പറൊക്കെ എല്ലാവരും ഉപകാരപ്പെടുത്തണം. അപ്പോൾ നമുക്ക് നല്ലൊരു മാർക്ക് ഈ ചോദ്യപേപ്പറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും, അത് ഉറപ്പായിരിക്കും. ഒന്നാമത്തത് കോളത്തിൽ ശരി അടയാളപ്പെടുത്താനാണ്. എന്താണ്? മുഅദ്ദിൻ ശുദ്ധിയുള്ളവനായിരിക്കൽ. അതെന്താണ്? അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും സുന്നത്തുകളിൽ പെട്ടതാണ്. മുഅദ്ദിൻ ശുദ്ധിയുള്ളവനായിരിക്കുക, നീതിമാനാവുക, കിബിലക്ക് മുന്നിടുക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുഅദ്ദിൻ ശുദ്ധിയുള്ളവനായിരിക്കുക എന്നത് സുന്നത്താണ്. അടുത്തത് എന്താണ്? നല്ലവരോട് സഹവാസമുണ്ടാക്കുന്ന കർമ്മമാണ്. എന്താണ്? എഴുത്തിക്കാഫാണ്. എഴുത്തിക്കാഫ് നല്ലവരോട് സഹവാസമുണ്ടാക്കുന്ന ഒരു കർമ്മമാണ്. അടുത്തത് ഒരു റക്അത്തിൽ 2 തവണ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. എന്താണ്? റുക്കൂ 2 തവണ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. റുക്കൂയിൽ മുതുകിനേക്കാൾ തല താഴ്ത്തൽ. എന്താണ്? മുതുകിനേക്കാൾ തല താഴ്ത്തൽ കറാഹത്താണ്. അപ്പം നമുക്ക് അത് ടിക്കടയാപ്പെടുത്താം. അടുത്തത് 6 ഹർക്കത്തിൻ്റെ കതിർ നീട്ടൽ നിർബന്ധമുള്ളത് മദ്ദുൽ ലാസിമാണ്. 6 ഹർക്കത്ത് നീട്ടൽ നിർബന്ധമുള്ളത് മദ്ദുൽ ലാസിമാണ്. അത് ടിക്ക് ചെയ്യാം. അടുത്തതാ സാക്കിനായ നൂനിനെ ഇദ്ഗാം ചെയ്യുന്നതിന് ഉദാഹരണം. നൂനിന് ശേഷം ഇദ്ഗാമിൻ്റെ ഹർഫായ വാവ് വന്നതാണ് അവിടെ. മിംവാലിൻ എന്നത് നമുക്ക് ടിക്ക് ചെയ്യണം. അവിടെ ബുനിയാനുൻ എന്നത് ഇൽഹാർ മുത്തലക്കാണ്. കിൻവാനുൻ എന്നതൊക്കെ ഇൽഹാർ മുത്തലക്കാണ്. ഇവിടെ 2 പദങ്ങളിലായിട്ടാണ് ഇദ്ഗാം വരിക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അടുത്ത ഇനി ചേരുംപടി ചേർക്കാനാണ്. അള്ളാഹുവിൻ്റെ അയൽവാസികൾ ആരാണ്? മസ്ജിദ് പരിപാലിക്കുന്നവർ അള്ളാഹുവിൻ്റെ അയൽവാസികളാണ്. അപ്പം അതിൻ്റെ സി എഴുതാം. അദാനിന് ഇജാബത്ത് ചെയ്യരുത്. ആര്? വിസർജനം നടത്തുന്നവർ അദാനിന് ഇജാബത്ത് ചെയ്യരുത്. ഇനി അടുത്തതാ അവരെ കണ്ടാൽ ശുക്രിൻ്റെ സുജൂദ് ചെയ്യണം. ആരെ കണ്ടാലാണ്? ഫാസിക്കുകളെ കണ്ടാൽ ശുക്രിൻ്റെ സുജൂദ് ചെയ്യണം. ഇനി ചുമൽ മറക്കാതെ നിസ്കരിക്കൽ കറാഹത്താണ്. ഓപ്ഷൻ ഇ പുരുഷന്മാർ. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പറഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യങ്ങളാണ് അല്ലേ. അടുത്തതാ മുക്കല്ലഫും വിശ്വസ്തനുമായിരിക്കണം. ആര്? അദാൻ വിളിക്കുന്നവർ മുക്കല്ലഫും വിശ്വസ്തരുമായിരിക്കണം. ഓപ്ഷൻ എ. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. എന്താണ്? നിസ്കാരത്തിൽ ഡാഷ് പല രീതിയിലും വസ്വാസ് ഉണ്ടാക്കും. നമ്മൾ പാഠത്തിൻ്റെ ഫസ്റ്റ് തന്നെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? നിസ്കാരത്തിൽ ഷൈത്താൻ പല രീതിയിലും വസ്വാസ് ഉണ്ടാക്കും. ഷെയ്ത്താൻ എന്ന് നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. അടുത്തതാ ളുഹർ 5 റക്അത്തായോ എന്ന് സംശയിച്ചാൽ ഡാഷ് ചെയ്യൽ സുന്നത്താണ്. എന്തായിരുന്നു? സഹ്വിൻ്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ഇനി സുജൂദിലേക്ക് കുനിയുമ്പോൾ ആദ്യം ഡാഷാണ് നിലത്ത് വെക്കേണ്ടത്. കാൽമുട്ട് നിലത്ത് വെച്ചതിന് ശേഷമേ കൈ നിലത്ത് വെക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ കാൽമുട്ട് എന്ന് നമുക്കവിടെ എഴുതാം. ഇനിയാ നിസ്കാരത്തിൽ അർത്ഥമില്ലാത്ത ഡാഷ് മൊഴിഞ്ഞാൽ നിസ്കാരം ബാത്തിലാകും. അർത്ഥമില്ലാത്ത 2 അക്ഷരം. അർത്ഥമുള്ള ഒരു ഹർഫോ അർത്ഥമില്ലാത്ത 2 ഹർഫോ മൊഴിയുക. ഇത് മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തിലാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തെന്താണ്? ഹ ഉസക്കത്തയെ ചേർത്തി ഓതുമ്പോൾ ഡാഷ് ശബ്ദം അല്പം മുറിച്ച് ഓതണം. എന്താണ്? ചേർത്തി ഓതുമ്പോൾ ശ്വാസം വിടാതെ ശബ്ദം അല്പം മുറിച്ച് ഓതണം. ഹൗസക്കത്തെ ചേർത്തി ഓതുമ്പോൾ ശ്വാസം വിടാതെ എന്ന് നമുക്ക് അവിടെ എഴുതാം. അടുത്തതാ മൽ ഖാരിയ എന്നതിലെ താ വഖഫ് ചെയ്യുമ്പോൾ ഡാഷ് ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. എന്താണ്? ഹ ആയിട്ടാണ്. ഹ
ഹ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അടുത്ത ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. അദാനിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിൽ ഓതൽ സുന്നത്താണ്. എന്താണ്? ആയത്തുൽ കുർസി. ആയത്തുൽ കുർസി ഓതൽ സുന്നത്താണ്. നിസ്കാരത്തിലുള്ള സജദ തിലാവയുടെ ആകെ ഫർള് ഏത്? നിസ്കാരത്തിൽ ഒരു ഫർളാണ് സജദ തിലാവക്കുള്ളത് എന്ന് പറഞ്ഞാൽ അത് ഒരു സുജൂദാണ്. ഒരു സുജൂദ് എന്ന് നമുക്ക് എഴുതാം. അടുത്തതാ, സുജൂദിൽ മൂക്ക് നിലത്ത് വെക്കാതിരിക്കുന്നതിൻ്റെ വിധി എന്ത്? സുജൂദിൽ മൂക്ക് നിലത്ത് വെക്കാതിരിക്കൽ കറാഹത്താണ്. കറാഹത്ത്. ഖുർആനിൽ എത്ര സ്ഥലങ്ങളിൽ സക്കത്തയുണ്ട്? ഖുർആനിലെ 4 സ്ഥലങ്ങളിലാണ് സക്കത്തയുള്ളത്. 4. അടുത്തത് എന്താണ്? ഫൗസൻ അലീമ എന്നതിലുള്ള തൻവീനിൻ്റെ വിധി. ഫൗസൻ അലീമ എന്നത് തൻവീന് ശേഷം ഐന് വന്നിട്ടുണ്ട്. ഇൽഹാറാണ് അവിടെ വിധി. അടുത്തത് ഐനൈൻ. ഐനൈൻ എന്നതിൽ എത്ര നീട്ടലാണ് ഉത്തമം? ഐനൈൻ എന്നതിൽ മദ്ദുൽ ലീനാണ്. മദ്ദുൽ ലീൻ അത് ഒരു അലിഫായിട്ട് നീട്ടലാണ് ഉത്തമം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ ഒരു അലിഫ്. അടുത്ത ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാനാണ്. നിസ്കാരത്തിൻ്റെ സമയം അറിയാൻ മാർഗമില്ല, ഗവേഷണം നടത്താനും കഴിവില്ല, എന്ത് ചെയ്യണം? സമയത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി നിസ്കരിക്കണം, പിന്നീട് മടക്കുകയും വേണം. സമയത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി നിസ്കരിക്കുകയും പിന്നീട് മടക്കുകയും വേണം. അത് ചെവിയിൽ അദാൻ വിളിക്കൽ സുന്നത്താണ്. ആരുടെയാണ്? അദാൻ മാത്രമേ ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. ആരുടേതാണ്? ദുഃഖിതരുടെയും കോപമുള്ളവരുടെയും സ്വഭാവം മോശമായവരുടെയും ചെവിയിൽ അദാൻ വിളിക്കൽ സുന്നത്താണ്. അടുത്തത്, പതിവായി മസ്ജിദിലേക്ക് പോകുന്നവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്ത്? അവർക്ക് ഈമാനുണ്ടെന്ന് നിങ്ങൾ സാക്ഷ്യം വഹിക്കൂ. അടുത്തത്, നിസ്കാരം നിരോധിച്ച 4 സ്ഥലങ്ങൾ. അതൊക്കെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കൂടെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് അല്ലേ. ഏതൊക്കെയാണ്? മാലിന്യം ഒഴുക്കുന്ന സ്ഥലം, അറവ് നടത്തുന്ന സ്ഥലം, ശ്മശാനം, വഴി, ടോയ്ലറ്റ്, ഒട്ടകത്തെ കെട്ടിയിടുന്ന സ്ഥലം, കഴുബയുടെ മുകൾ ഭാഗം എന്നിവ. അപ്പോൾ നമുക്കിവിടെ 4 അതൊന്ന് എഴുതാം. അടുത്തത്, തിലാവത്തിൻ്റെ സുജൂദിൽ ചൊല്ലേണ്ട ദിക്ർ ഏതായിരുന്നു? സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ്ഖ സമഅഹു വബസറഹു ബിഹൗലിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. നമുക്കവിടെ എഴുതി കൊടുക്കാം. അടുത്തത്, അൽ മദ്ദുൽ ലാസിം എന്നാൽ എന്ത്? ലാസിം എന്നാണ് മദ്ദക്ഷരത്തിൻ്റെയോ ലീനക്ഷരത്തിൻ്റെയോ ശേഷം അതേ കലിമത്ത് സ്ഥിരമായ സുക്കൂൻ വന്നാലുണ്ടാകുന്ന മദ്ദാണ് മദ്ദുൽ ലാസിം. അടുത്തത്, ഫഅസ്ഫ അൻഹും എന്നതിൽ ഹഇനെ ഐനിൽ ഇദ്ഗാം ചെയ്യില്ല. കാരണം എന്തായിരുന്നു? നമുക്ക് എഴുതാം. എന്ത്? മുതജാനിസാനിൽ ആദ്യത്തേത് ഹൽക്കിൻ്റെ ഹർഫാവുകയോ ചെയ്താൽ ഇദ്ഗാം ചെയ്യുകയില്ല എന്ന്. അപ്പോൾ ഇവിടെ ആദ്യത്തെ അക്ഷരം ഹൽക്കിൻ്റെ അക്ഷരം ആയതുകൊണ്ട് അവിടെ ഇദ്ഗാം ചെയ്യില്ല. അത് എഴുതാം. അടുത്തത് എന്താണ്? രണ്ടിലേതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കുറിപ്പ് എഴുതാനാണ്. നമുക്കിവിടെ വന്നത് മസ്ജിദിൽ പാലിക്കേണ്ട അദബുകളും ശുക്രിൻ്റെ സുജൂദുമാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ചോദ്യപേപ്പറിൻ്റെ കൂടെ പറഞ്ഞതാണ് അല്ലേ. മസ്ജിദിൽ പാലിക്കേണ്ട അദബുകൾ നമ്മൾ 9ാമത്തെ പാഠത്തിൽ 29ാമത്തെ പേജിൽ മേലെ തന്നെ പറയുന്നുണ്ട്. അതായത് മസ്ജിദിലേക്ക് പോകുമ്പോൾ അദബുകൾ പാലിക്കണം. കുളിക്കുക, നല്ല വസ്ത്രം ധരിക്കുക, സുഗന്ധം പൂശുക, സാവധാനത്തിൽ നടക്കുക, വലതുകാൽ വെച്ച് പ്രവേശിക്കുക, പ്രവേശിക്കുമ്പോൾ ദിക്ർ ചൊല്ലുക, എത്തിക്കാഫിന് നിയ്യത്ത് ചെയ്യുക, ഖുർആൻ ഓതുക, നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുക, ഇടതുകാൽ വെച്ച് പുറത്തിറങ്ങുക, പുറത്തിറങ്ങുമ്പോൾ ദിക്ർ ചൊല്ലുക തുടങ്ങിയവ മസ്ജിദിൽ പാലിക്കേണ്ട അദബുകളാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വേണം നമ്മൾ അവിടെ എഴുതി കൊടുക്കാൻ. പിന്നെ ശുക്രിൻ്റെ സുജൂദ് അതെന്താണ്? തിലാവത്തിൻ്റെ സുജൂദ് പോലെയാണ് ശുക്രിൻ്റെ സുജൂദും. അപ്രതീക്ഷിതമായ അനുഗ്രഹമുണ്ടാകുമ്പോഴും അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുമ്പോഴും മുസീബത്തുകളിൽ അകപ്പെട്ടവനെ കാണുമ്പോഴും ഫാസിക്കുകളെ കാണുമ്പോഴും ഇത് സുന്നത്താണ്. നിസ്കാരത്തിൽ ശുക്രിൻ്റെ സുജൂദ് ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. കാരണങ്ങളുണ്ടായതിനു ശേഷം സമയം ദീർഘിപ്പിച്ചാലും വേണ്ടെന്ന് വെച്ചാലും ഈ 2 സുജൂദ് ചെയ്യാനുള്ള അവസരം നഷ്ടമാകും. ഇവ രണ്ടും ഖളാ വീട്ടാനും പറ്റില്ല. മനസ്സിലാക്കട്ടാ.
അടുത്ത പിന്നെന്താണ് ഇദ്ഗാമും ബിഉന്നയും ഇഖ്ഫാവും തമ്മിലുള്ള വ്യത്യാസമാണ് എഴുതേണ്ടത്. അവിടെ നമുക്ക് എഴുതാണ്ട് ഇദ്ഗാമും ബിഉന്നയിൽ നൂനിൻ്റെയും തൻവീനിൻ്റെയും ശേഷമുള്ള അക്ഷരത്തെ ഷദ്ദോടുകൂടി ഉച്ചരിക്കണം. ഇഖ്ഫായിൽ ഷദ്ദ് വരാൻ പാടില്ല. ഒരു പദത്തിൽ ഇദ്ഗാമും ബിഉന്ന ഉണ്ടാവുകയില്ല. ദുന്യ, കിൻവാനുൻ, സിൻവാനുൻ, ബുന്യാനുൻ. ഈ പദങ്ങൾ നോക്കൂ, ഇതിൽ ഇൽഹാറ് മുത്തലക്കാണ്. ഒരു പദത്തിൻ്റെ അവസാന അക്ഷരവും അടുത്ത പദത്തിൻ്റെ ആദ്യ അക്ഷരവും തമ്മിലെ ഇദ്ഗാമും ബിഉന്ന ചെയ്യൂ. എന്നാൽ ഇഖ്ഫാ ഒരു പദത്തിലും രണ്ട് പദത്തിലുമെല്ലാം ഉണ്ടാവും. ഉദാഹരണങ്ങളൊക്കെ എഴുതാം. മിങ്കബിലു, കുന്തും എന്നിവയൊക്കെ ഉദാഹരണമാണെന്നൊക്കെ എഴുതിയിട്ട് നമുക്കവിടെ ആ 5 വരി കുറയാതെ അത് പൂർത്തിയാക്കാം. പിന്നെ അടുത്ത എന്താണ് വന്നത്? പിന്നെ വന്നത് അറബി ലിപിയെ കുറിച്ചിട്ടാണ്. മറ്റു ചോദ്യപേപ്പറിലൊക്കെ വന്നതാണ്, എന്നാലും ഞാൻ ഒന്ന് പറയാം. എന്താണ്? ലോകഭാഷകളിൽ ഏറ്റവും മനോഹരമായ ലിപിയുള്ള ഭാഷയാണ് അറബി. അതുകൊണ്ട് എഴുത്തിലെ സുന്ദരി എന്ന് ലോകം അറബി ഭാഷയെ വിളിക്കുന്നു. അറബി ഭാഷയെ നാം സ്നേഹിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങൾ അറബികളെ സ്നേഹിക്കുക, കാരണം ഞാൻ അറബിയാണ്, ഖുർആൻ അറബിയാണ്, സ്വർഗവാസികളുടെ ഭാഷ അറബിയാണ്. അറബി ഭാഷയ്ക്ക് നിരവധി ലിപികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ഹത്തു കൂഫി, ഹത്തു നസ്, ഹത്തു സുലുസ്, ഹത്തു റുഫ്, ഹത്തുൽ ഫാരിസി, ഹത്തു ദിവാനി. എഴുതാനും വായിക്കാനും വളരെ എളുപ്പമുള്ളതാണ് ഹത്തുന്നസ്. ലോകത്തെ ബഹുഭൂരിഭാഗം രാജ്യങ്ങളിലും പരിശുദ്ധ ഖുർആന്, ഹദീസ് ഗ്രന്ഥങ്ങളും മറ്റ് അറബി പ്രസിദ്ധീകരണങ്ങളൊക്കെ ഹത്തുന്നസിലാണ് എന്നൊക്കെ ചേർത്തിട്ട് നമുക്ക് അറബി ലിപിയെ കുറിച്ചിട്ട് 5 വരി കുറയാതെ എഴുതാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ചോദ്യപേപ്പറിൽ വന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.